ഹായ് ഹലോ എൻജോയ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഈസ്റ്റർ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് എന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ പാലപ്പുണ്ടാക്കിയോ ബീഫ് കറി വെച്ചോ? ഞാൻ പാലപ്പത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ റെഡിയാകുന്ന ടൈപ്പ് ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് വാങ്ങിക്കാൻ എൻ്റെ തൊട്ട് മേളിലാണ് കേട്ടോ കശാപ്പ് ഉണ്ടായത്. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ അവിടെ കശാപ്പില്ല. ബീഫിന് വില കൂടിയതുകൊണ്ട് ഇന്ന് മേളിൽ കശാപ്പില്ല. അപ്പോൾ തൊട്ടടുത്ത് ഉണ്ട്, ഇറച്ചിക്കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇറച്ചി വാങ്ങിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് പോയാൽ മതി കേട്ടോ. ഒരു ഏകദേശം ഒരു 60 രൂപ പോയിൻ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി ഇറച്ചി വാങ്ങിച്ചിട്ട് വരട്ടെ. അപ്പം പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ സാധാ ഡ്രസ്സിലാണ് കേട്ടോ ഞാൻ പോകണം. നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പോകുന്നത്. ഓട്ടോയിലല്ലേ, ആരും കാണാനാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്. എല്ലാവരും പള്ളിയിലൊക്കെ പോയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണാം കേട്ടോ. അപ്പം അതായിരുന്നു കേട്ടോ ഇറച്ചിക്കട. പക്ഷെ ഇന്നിപ്പോൾ അവധിയാണ്, ഇന്നിപ്പോൾ തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. ഓട്ടോ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഓട്ടോ വരുന്നുണ്ടോ? പോയിട്ട് വരട്ടെ. ഒരിടത്ത് ചെന്നപ്പോൾ ബീഫില്ല, ഇനി അടുത്തടുത്ത് പോവാം. അല്ല, ഞാനിവിടെ പറഞ്ഞതാ. ഒരിടത്ത് ചെന്നപ്പോൾ ബീഫില്ല, ഇനി അടുത്തടുത്ത് പോവാം. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയതിന് ശേഷം കേട്ടോ ബീഫ് കിട്ടി. കിട്ടി തീർന്നു. നമ്മുടെ ഭാഗ്യത്തിന് വന്നത്. അരിയേം കഴിയേം കൂടെ ആയിരുന്നു. ഇനി ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ ഒന്നും. നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാൻ ഇവിടെ വലിയ നാട്ടുമാവുണ്ട് കേട്ടോ. ആ മാവിൽ നിറച്ച് മാങ്ങ. അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ നോക്കി വെച്ചിട്ടാണ് പോയത്. കുറേ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അങ്ങനെ വന്ന് കയറി ചായ ഇടുവാണ് കേട്ടോ. അല്ല, രാവിലെ പോയി. മേളിൽ കശാപ്പില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അന്നേരം അങ്ങ് പോയി. അപ്പോൾ വന്നിട്ട് ചായ ഇടുകയാണ്. ചായ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കാം. അപ്പോൾ ബീഫൊക്കെ ഞുറുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഒരുപാട് ലെങ്തായ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി വെക്കുന്ന വീഡിയോ ഷോർട്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, ടാറ്റാ. ഓ